ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ചാക്കോ ബോബൻ നായകനായി കിരൺദാസ് സംവിധാനം ചെയ്ത് ഇന്ന് ജൂലൈ 31 വെള്ളിയാഴ്ച തിരളെത്തിയ മലയാള സിനിമയാണ് ഉന്മാദം. ചിത്രത്തിൽ ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, സാബുമോൻ, കൃഷ്ണപ്രഭ, സുധീഷ്, അരുൺ ചെറുകിൽ, ഷാജു എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയ്ക്ക് പൊതുവെ മിക്സഡ് അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. ബുക്ക് മേഷയിലൂടെ മണിക്കൂറിൽ 1500, 2000 ടിക്കറ്റുകൾ വരെ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ സിനിമയ്ക്ക് ഇന്ന് കേരള കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 95 ലക്ഷം, 1 കോടി റേഞ്ചിലാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 1 കോടി 60 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ ദിവസം അത്യാവശ്യം മികച്ചൊരു കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുണ്ട്. ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത് ഇന്നലെ ജൂലൈ 30 വ്യാഴാഴ്ച തിരളെത്തിയ മലയാള സിനിമയാണ് പ്ലൂട്ടോ. ചിത്രത്തിൽ നീരജ് മാധവ്, അൽതാഫ് സലീം, അജു വർഗീസ്, ആർഷ ചാന്ദിനി ബൈജു, നിഹാൽ നിസാം എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 22 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 25 ലക്ഷം രൂപയാണ്. അതേസമയം രണ്ടാം ദിവസം എന്ന വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 42 ലക്ഷം റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. 2 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 48 ലക്ഷം റേഞ്ചിലാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല. ഇന്നലെ ജൂലൈ 30 വ്യാഴാഴ്ച തിരളെത്തി ബോക്സ് ഓഫീസിന് എത്തിയിട്ടിരിക്കുന്ന ഹോളിവുഡ് സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. മാർവൽ സ്റ്റുഡിയോസിന്റെ കോമിക് യൂണിവേഴ്സിലെ 38ാമത്തെ ചാപ്റ്റർ കൂടിയായ ഈ സിനിമയ്ക്ക് കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വമ്പൻ തരംഗമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ മണിക്കൂറുകളിൽ തന്നെ ബുക്ക് മേഷയിലൂടെ ഈ സിനിമയ്ക്ക് 67,000, 68,000 ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കേരള ഓപ്പണിംഗായി സിനിമ നേടിയെടുത്തത് 5 കോടി 92 ലക്ഷം രൂപയായിരുന്നു. സിനിമയുടെ ഫസ്റ്റ് ഡേ ഇന്ത്യൻ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ട്. 3D എക്സ്പെൻസ് ആഡ് ചെയ്യാത്ത 73 കോടിയുടെ പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. 3D എക്സ്പെൻസ് ഉൾപ്പെടെ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 82 കോടി 44 ലക്ഷം രൂപയാണ്. ഇനി രണ്ടാം ദിവസം എന്ന വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 4-4.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 10 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 60 കോടിക്ക് മുകളിലാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഇന്ത്യയിൽ 140-145 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ ജൂലൈ 30 വ്യാഴാഴ്ച തിരളെത്തിയ ബോളിവുഡ് സിനിമയാണ് ഭായ് തേരാ സ്റ്റാർ ഹേ. ചിത്രം തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത് വിവേക് ബി അഗർവാൾ ആണ്. രാഘവ് ജുയാൽ, സഞ്ജയ് കപൂർ, നിക്കി വാലിയ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമ മഹാരാഷ്ട്രയിൽ കളക്ട് ചെയ്തത് 8,20,000 രൂപയാണ്. ദില്ലിയിൽ 6,10,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 29,30,000 രൂപ മാത്രമാണ്. ദളപതി വിജയ് നായകനായി എച്ച് വിനോദ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂലൈ 23 തിരഞ്ഞെടുത്തിയ ജനനായകൻ എന്ന സിനിമ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 9 ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 114 കോടി 46 ലക്ഷം രൂപയും കർണാടകയിൽ 28 കോടി 60 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഇന്നലെ വരെ കളക്ട് ചെയ്തിരിക്കുന്നത് 15 കോടി 19 ലക്ഷം രൂപയാണ്. ആന്ധ്രാപ്രദേശിൽ 6 കോടി 84 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 6 കോടി 96 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 21 കോടി 81 ലക്ഷം എന്നിങ്ങനെ 8 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 193 കോടി 86 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് ഈ സിനിമ കളക്ട് ചെയ്തത് 80 കോടി 45 ലക്ഷം രൂപയാണ്. 8 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 274 കോടി 31 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. 9ാം ദിവസമായിരുന്ന വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 15 കോടി 40 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 179 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ജൂലൈ 24 തിരഞ്ഞെടുത്തി മികച്ച അഭിപ്രായം നേടിയ തെലുങ്ക് സിനിമയാണ് ചെന്നൈ ലവ് സ്റ്റോറി. രവി നമ്പൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കിരൺ അബ്ബാവാരൻ, ഗൗരിപ്രിയ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രം 8ാമത്തെ ദിവസം കൂടിയായ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് പിന്നിട്ടിരിക്കുന്നത്. ഇന്നലെ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 1 കോടി 59 ലക്ഷം രൂപയായിരുന്നു. ആന്ധ്രയിൽ 8 ദിവസം കൊണ്ട് 13 കോടി 26 ലക്ഷം രൂപയും തെലങ്കാനയിൽ 14 കോടി 71 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. 8 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് 31 കോടി 47 ലക്ഷം രൂപയാണ്. വിദേശത്ത് 6 കോടി 73 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 7 ദിവസം കൊണ്ട് 38 കോടി 20 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 39 കോടി 70 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.